SFIക്കിനി പുതിയ നേതൃത്വം. ആദർശം സജിയും ശ്രീജൻ ഭട്ടാചാര്യയും SFIയെ ദേശീയ തലത്തിൽ നയിക്കും. പ്രസിഡന്റായി ആദർശം സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും കോഴിക്കോട് നടക്കുന്ന സമ്മേളനം തിരഞ്ഞെടുത്തു. 18ാമത് അഖിലേന്ത്യാ സമ്മേളനമാണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത്. പ്രസിഡന്റായി ആദർശം സജിയെയും ജനറൽ സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ആദർശം സജിയടക്കം കേരളത്തിൽ നിന്ന് 11 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഉള്ളത്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിനെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദിനെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കായികവൽക്കരിക്കുന്ന BJP സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സമ്മേളനം തീരുമാനിച്ചതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് ഈ തീവ്ര വികാരം ഉയർത്തിക്കൊണ്ട് വർഗീയ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഈ BJP ഗവൺമെന്റിനെതിരായി പോരാടുന്നവരെ വലിയ നിലയിൽ വേട്ടയാടുന്ന ഒരു സമീപനം ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞൊരു 11 വർഷത്തിനിടയിൽ രാജ്യത്തിനാകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന് അതൊരു ആവേശമാണ്. ഈ വിദ്യാർത്ഥി സംഘടന ഇല്ലാതാകും എന്ന് പറഞ്ഞിടത്ത് നിന്ന് അവിടെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ 42 ലക്ഷത്തിലേക്ക് SFIയുടെ മെമ്പർഷിപ്പ് ഉയരുന്നു. We understand that just opposing something is not going to help a lot. So we have to come up with an alternative. Here in Kerala we have certain tangible alternatives that we are posing in front of. We can tell people that see these are our alternatives. 3 ടൈം പൂർത്തിയാക്കിയ VP സാനവും 2 ടൈം പൂർത്തിയാക്കിയ മയൂഖ് ബിശ്വാസും സ്ഥാനമൊഴിഞ്ഞു. 87 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.